നിങ്ങളുടെ ജീവിതം നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഒരവസ്ഥയിലായിട്ടുണ്ടോ? സ്വയം സംശയിക്കുകയും സ്വന്തം കഴിവുകളില് വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷം എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. കാരണം ആത്മവിശ്വാസം എന്നത് ആർക്കും ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല. അത് നേടിയെടുക്കേണ്ട ഒന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ജുഹ്ന. എന്റെ ഇന്നത്തെ വീഡിയോയില് മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ചില കാരണങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള വഴികളെക്കുറിച്ചുമാണ്. നമ്മളിൽ പലരും നേരിടുന്ന ഒരു മാനസിക പ്രശ്നമാണിത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? മനഃശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്? ഒന്നാമതായിട്ട് പറയുന്ന കാരണം നെഗറ്റീവ് ടോക്കാണ്. അതായത് നമ്മുടെ മനസ്സിൽ നിരന്തരമായി നടക്കുന്ന ഒരു നെഗറ്റീവ് സംഭാഷണങ്ങളുണ്ട്. സ്വന്തം കഴിവുകളെയോ തീരുമാനങ്ങളെയോ നമ്മൾ തന്നെ സംശയിക്കുകയും ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം പതുക്കെ അങ്ങ് ഇല്ലാതാകും. ഉദാഹരണത്തിന്, ഞാനൊരു പരാജയമാണ്, എൻ്റെ ഭാഗ്യം മോശമാണ്. ഇത്തരം ചിന്തകൾ ഒരു തരം വിഷമാണ് കേട്ടോ. കാരണം ഇത് നമ്മളെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം പിന്നോട്ടേക്ക് അങ്ങനെ അങ്ങോട്ട് നമ്മളെ ഇടും. അതുകൊണ്ട് ഈ ചിന്തകളെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ഒരു മോശം ചിന്ത വരുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അതിനെ മറികടക്കാൻ അടുത്തൊരു പോയിന്റ് പെർഫെക്ഷനിസം ആണ്. എനിക്ക് പിഴവ് പാടില്ല. പൂർണ്ണതയോട് കൂടിയുള്ള പൂർണ്ണതയോട് കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസക്തി. എല്ലാം പൂർണ്ണമായിരിക്കണം. എൻ്റെ മൂല്യം ഞാൻ എല്ലാം പൂർണ്ണമായി ചെയ്യുമ്പോഴാണ് ലഭിക്കുക എന്നൊക്കെയുള്ള ചിന്തയാണ്. പെർഫെക്ഷനിസ്റ്റുകളായ ആളുകൾക്ക് ചെറിയ തെറ്റുകൾ പോലും വലിയ പരാജയമായിട്ട് തോന്നാം. ഒരു ഉദാഹരണം, ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുന്ന ഒരാളെ വിചാരിക്കുക. ഒരു സ്ലൈഡിൽ ഒരു ചെറിയൊരു തെറ്റ് വരുമ്പോഴത്തേക്കും ആ പ്രസന്റേഷനെ മൊത്തം അങ്ങ് ബാധിക്കും. മോശമായി പോയെന്ന് അയാൾ സ്വയം വിശ്വസിക്കുന്നു. ആ തെറ്റ് തിരുത്താൻ അയാൾ അമിതമായി സമയം കളയുന്നു. അത് അയാളെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുകയും തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സ് വളർത്തിയെടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും, ഈ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുമ്പോൾ അത് OCD അല്ലേ എന്നുള്ളത്. അതായത് എല്ലാ പെർഫെക്ഷനിസവും OCD അല്ല. കാരണം ഈ OCDയിലുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് ഈ പെർഫെക്ഷനിസം പൂർണ്ണത ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു സംഗതി. അത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെയും ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സപ്പെടുത്തുകയും ഫാമിലിയിലും വർക്ക് പ്ലേസിലും സൊസൈറ്റിയിലും എല്ലാം അത് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ OCD എന്നുള്ള രീതിയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ പെർഫെക്ഷനിസത്തിൽ ഒരാൾ പറയുകയാണ്, അല്ല ഇത്ര മതി, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അവർ മനസ്സ് വില്ലിങ് ആണ്, ഓ ഇത് മതിയില്ലേ എന്നുള്ള രീതി. അതുവരെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംഗതി ഇത് പൂർണ്ണമാക്കണം എങ്കിൽ തന്നെ ഇത് ശരിയാവുള്ളൂ എന്നുള്ള, ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു ആസക്തി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്ഷനിസമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഉയർന്ന നിലവാരം സ്ഥാപിക്കുകയും അസാധാരണമായ പ്രതീക്ഷകൾ നിറവേറ്റുന്ന പ്രേരണയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം മേലെ തന്നെ ഒരു വിമർശനം വരും എന്നതാണ്. വിജയിച്ചാലും സംതൃപ്തി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഉയർന്ന നിലവാരം സ്ഥാപിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആവർത്തിച്ച് ജോലികൾ ചെയ്യണം, തിരുത്തലുകൾ കൂടും, കൂടുതൽ ടാസ്കിന് വേണ്ടി സമയം ചെലവഴിക്കണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് തുടരെ ചെയ്യുമ്പോൾ അവരിൽ ആത്മവിശ്വാസം കുറയും. എനിക്ക് മതിയായ കഴിവില്ല എന്നുള്ളൊരു ചിന്തയും അവരുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സംഗതിയാണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും? ഇവരുടെ ഒരു പ്രധാന ചിന്ത, ഞാൻ പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്നെ മോശം എന്ന് കരുതുമല്ലോ. അതുകൊണ്ട് യാതൊരു പിഴവ് വരാതെ അപമാനം ഒഴിവാക്കുവാൻ വേണ്ടി സ്വയം സംരക്ഷണം നിലനിർത്താനും ആത്മാഭിമാനം കാക്കുവാനും വേണ്ടിയിട്ട് അവർ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കും. കാരണം തെറ്റ് വന്നാൽ അതൊരു മോശമല്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇത് ഇവരിൽ ഒരു ഉത്കണ്ഠയും ഒരു സംശയമൊക്കെ ഉണ്ടാവുകയും അവരിൽ ഒരു ആത്മവിശ്വാസക്കുറവിലേക്ക് ഇത് അവരെ എത്തിക്കുന്നു എന്നതാണ്. ഉദാഹരണം, ഒരു വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം എന്താ? ജയിക്കാനാവില്ലെങ്കിൽ മറ്റുള്ളവർ ചിരിക്കുമല്ലോ എന്നുള്ള ഒരു തോന്നലുകൾ. ഇനി അടുത്തൊരു പോയിന്റ്, അതിതീവ്രമായ പ്രതീക്ഷകളാണ്. അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയാം. അതായത് തൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച്, തൻ്റെ കഴിവുകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ യാഥാർത്ഥ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രതീക്ഷകളായിരിക്കില്ല എന്നതാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാള് വലിയൊരു ഭാരം ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ അയാളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അത് നടക്കുന്നതായിരിക്കില്ല. പിന്നീട് അയാൾക്ക് എന്ത് തോന്നും? അയ്യോ! എന്റെ ശരീരം അത്രയൊന്നും പോരെ. എനിക്കിതെന്താ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്? എന്നൊക്കെയുള്ള രീതിയിലൊരു ഇത് ഉദാഹരണമാണേ പറയുന്നത്. ഇങ്ങനത്തെയുള്ള രീതിയിൽ അവരെ അത് നിരാശയിലേക്ക് അവരെ എത്തിക്കും. ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അമിതമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ. ഒരു ദിവസം കൊണ്ട് എല്ലാം തികഞ്ഞ ഒരാളായി മാറാൻ ശ്രമിച്ചാൽ അത് നടക്കുമോ? ഇല്ല. ഇതിനൊക്കെ ഓരോരോ സ്റ്റെപ്സ് ഉണ്ടല്ലോ. അതിനൊന്നും ക്ഷമ ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വലിയൊരു കോടീശ്വരനാവണം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പല പല സ്റ്റെപ്സുകൾ ഉണ്ടാവും. കോടീശ്വരനാവാൻ സാധിക്കും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ഓരോരോ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിറവേറ്റുമ്പോഴല്ലേ പുതിയ വലിയ ലക്ഷ്യത്തിലെത്തുക. അത് എത്താനുള്ള ആ ഒരു സമയം ഉണ്ടാവില്ല എന്നതാണ്. അപ്പോഴത്തേക്കും അവർക്ക് എന്തായി? ഓ, ഇത് ഇനി നടക്കും തോന്നില്ല എന്നുള്ള രീതിയിൽ അവരുടെ ആത്മവിശ്വാസം അങ്ങ് കുറയാൻ കാരണം. മുൻകാല അനുഭവങ്ങളാണ് പറയുന്നത്. അതായത് ബാല്യകാലത്തില് ഉം അവരുടെ ചില ഓർമ്മകൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവരുടെ മെമ്മറിയിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പം കുട്ടിക്കാലത്ത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെ അടുത്ത് നിന്നൊക്കെ വഴക്ക്, ഇത്തരം ചീത്ത ഇങ്ങനെയൊക്കെ അവര് കളിയാക്കല് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന, ഇങ്ങനെയൊക്കെ അനുഭവിച്ച് വളർന്നു വരുന്ന ചില കുട്ടികൾ അവർ നാളെ വളരുമ്പോഴും അവരുടെ മനസ്സിലേക്ക് ഇത്തരം ഒരു ഫ്ലാഷ് ബാക്കോട് കൂടി ഈ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കേണ്ടി വന്ന ഈ ഒരു കളിയാക്കലുകളും വിമർശനങ്ങളും മുതിർന്ന ശേഷവും നമ്മളെ വേട്ടയാടുന്നു എന്നതാണ്. ഇത് നമ്മുടെ ആത്മാഭിമാനത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നതാണ്. പിന്നീട് പറയുന്നത് ബാഹ്യ അംഗീകാരത്തിനായുള്ള ഒരു അമിതമായ ആശ്രയം എന്നതാണ്. എക്സസീവ് റിലയൻസ് ഓൺ എക്സ്റ്റേണൽ വാലിഡേഷൻ. അതായത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ മികച്ചവരാകൂ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഉദാഹരണം, ഒരാൾക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായി നല്ല അഭിപ്രായം ഉണ്ടാവില്ല. അത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് അങ്ങ് വ്യക്തമാക്കണമെങ്കിൽ മറ്റുള്ളവരൊന്ന് അഭിനന്ദിക്കുകയും അവര് ഓക്കെ പറയുകയും വേണം എന്നുള്ളൊരവസ്ഥ. എങ്കിലേ ഇവർക്ക് സന്തോഷമുള്ളൂ. അവര് ഇനി ഇത് മറ്റുള്ളവർ ഇനി അവർക്ക് വേണ്ട രീതിയിലുള്ള അഭിനന്ദനങ്ങൾ നൽകിയിട്ടില്ലെങ്കിലോ ഇവര് നിരാശയാവും. ഇതിന്റെ പരിണിതഫലം എന്താണ്? ആത്മവിശ്വാസം ദുർബലമാകും. മറ്റുള്ളവര് നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും തോന്നും. എന്നാൽ അവർ വിമർശിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിരാശപ്പെടും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ മറക്കും. മറ്റുള്ളവരുടെ അംഗീകാരം, അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ സ്വന്തം കഴിവുകളോ നേട്ടങ്ങളോ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ സ്വയം മതിപ്പുള്ള ഒരാളാണെന്ന് തോന്നണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം വേണമെന്ന അവസ്ഥയിലേക്ക് എത്തും. സ്വത്വം വ്യക്തിത്വം നഷ്ടമാകും. നിങ്ങളല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരും. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. ഇത് കാലക്രമേണ നിങ്ങൾ ആരാണെന്നുള്ള ബോധം ഇല്ലാതാക്കും. സ്വയം മതിപ്പില്ലാതാക്കും. നിങ്ങൾ സ്വയം വിലയില്ലാത്തവനാണെന്ന് തോന്നുകയും സ്വന്തം സന്തോഷം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ച് മാറുകയും ചെയ്യുമെന്നതാണ്. മറ്റൊരു കാരണം പറയുന്നത് സ്വന്തം മൂല്യത്തിലും കഴിവുകളിലും ന്യായത്തിലും വിശ്വാസം കുറയുമ്പോൾ ആത്മാഭിമാനം കുറയുന്നു എന്നതാണ്. അവരുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന ഒരു ഘടകമായി മാറുന്നത് കൺഫർമേഷൻ ബയാസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് തന്നോട് തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആത്മവീക്ഷണങ്ങളുണ്ട്. തന്നോട് തന്നെ സ്വന്തമായി ഉണ്ടാക്കി വെച്ച ഒരു ആത്മവീക്ഷണങ്ങളാണ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. അതായത് തന്നെക്കുറിച്ച് മോശം വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ഒരാൾ തന്നെക്കുറിച്ച് മോശം അഭിപ്രായമാണെങ്കിൽ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന, അത് ഞാൻ ശരിയല്ല, എൻ്റെ കഴിവുകളൊന്നും ശരിയല്ല, ഉദാഹരണമാണ്, ഒന്നും ശരിയല്ല എന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന വ്യക്തി അവരുടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ മിസ്റ്റേക്ക് ഒരു കാരണമാക്കിയെടുക്കും അവരുടെ വിശ്വാസം ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ മാത്രം മനസ്സിനെ തേടി പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നീട് പറയുന്ന ഒരു പോയിന്റ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഫീലിംഗ് ലൈക്ക് എ ഫേക്ക്. അതായത് തൻ്റെ കഴിവുകൾ സ്വയം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണിത്. എത്ര വിജയം നേടിയാലും താൻ അതിന് അർഹനല്ലെന്നും അത് ഭാഗ്യം കൊണ്ടോ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ സംഭവിച്ചതാണെന്നൊക്കെ ഈ അവസ്ഥയിലുള്ളവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ പറ്റിക്കുകയാണോ, എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ, ഇത്
ഇതെന്റെ ഭാഗ്യം കൊണ്ടോ മറ്റു ഘടകങ്ങൾ കൊണ്ടോ സംഭവിച്ചതായിരിക്കാം. ഇനി എനിക്ക് ഇതേപോലെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ, അടുത്തൊരു സ്റ്റേജിൽ എനിക്ക് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലോ തുടങ്ങിയ രീതിയിലുള്ള ചിന്തകൾ അവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കും എന്നതാണ്. പിന്നീട് പരാജയത്തിൻ്റെയോ തെറ്റുകളുടെയോ അനന്തരഫലങ്ങളെ അത് മാത്രം പെരുപ്പിച്ച് കാണിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവരിൽ ഒരു ആകുലത ഉണ്ടാവുകയും ആത്മവിശ്വാസം കുറയുകയും ചെയ്യുമെന്നതാണ്. ഇനി ചില മറ്റു ഘടകങ്ങൾ നോക്കാം. മറ്റുള്ളവരുമായി തൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ തന്നെ താരതമ്യം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നതായിരിക്കും. എനിക്ക് വേണ്ട രീതിയിലുള്ള നല്ലൊരു എക്സ്പീരിയൻസും സ്കിൽസും ഒന്നും ഇല്ലേ എന്നുള്ള തുടരെയുള്ളൊരു ചിന്ത, ഒരു തോന്നല്. അത് അവരെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം, അവരുടെ ഒരു ഫീൽഡിലേക്ക്, അവരുടെ കരിയറിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം കുറയ്ക്കുന്നു എന്നതാണ്. കാരണം എനിക്ക് വേണ്ട രീതിയിലുള്ള സ്കില്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ചിന്ത അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതാണ്. അവരിൽ പ്രഷറും സ്ട്രെസ്സും ഒരുതരം ആങ്സൈറ്റി ഒക്കെ അവരുടെ പെർഫോമൻസിനെ അങ്ങ് തകർക്കും. ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കാനും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു സ്വയം പ്രതിച്ഛായയെ കെട്ടിപ്പടുക്കുന്നതിനുമായി പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താൻ ചെറിയ ശ്രമങ്ങൾ മതി. ഈ വീഡിയോ നിങ്ങളെ അതിന് സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി.